പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഓരോ നിറച്ചാർത്തിനു ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഷിൻസി. തൃശ്ശൂർ ആയുർ ബഥാനിയ ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. തൊടിയിലെ സൗഖ്യം എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായും മികച്ചതായും കരുതപ്പെടുന്നതാണ് മനുഷ്യൻ. സൃഷ്ടികർമ്മം പൂർത്തിയായ ശേഷം ദൈവം മനുഷ്യനോട് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളെയും വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സസ്യജാലങ്ങൾ. ഓരോ പുൽനാമ്പിനും അതിൻ്റേതായ ഗുണഗണങ്ങളുണ്ട്. ഈ ഓരോ ചെടികളും എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് ആദിമകാലം മുതൽക്ക് തന്നെ നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന വിലപ്പെട്ട അറിവുകളാണ്. അമൂല്യമായ ഈ അറിവുകളൊക്കെ തന്നെയും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ശാസ്ത്രശാഖയുടെ വളർച്ചയോടൊപ്പം നമുക്ക് നഷ്ടപ്പെട്ട ഒന്നാണ് ഇതുപോലുള്ള ഔഷധ ചെടികളുടെ കുറിച്ചുള്ള അറിവുകളൊക്കെ. പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾക്കറിയാം, നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലുമൊക്കെ ഒരുപാട് ഔഷധ ചെടികളൊക്കെ നട്ടു വളർത്തുമായിരുന്നു. നമ്മുടെ വീട്ടമ്മമാർ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ വൈദ്യന്മാർ എന്ന് പറയുന്നത് തന്നെ. നിസ്സാരമായ ഓരോ അസുഖങ്ങൾ അല്ലെങ്കിൽ സാധാരണയായി കണ്ടുവരുന്ന ഓരോ അസുഖങ്ങൾക്കൊക്കെ അന്നത്തെ കാലത്ത് ആരും ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലെ ഓടി ആശുപത്രികളിലൊന്നും പോകാറുണ്ടായിരുന്നില്ല. അന്നൊക്കെ നമുക്ക് ഓർമ്മിച്ച് നോക്കിയാൽ അറിയാം, അമ്മമാരൊക്കെ തൊടിയിലേക്ക് ഇറങ്ങി 5-6 ഇലകളൊക്കെ എടുത്ത് കഷായം വെച്ച് നമുക്ക് തരിക, അല്ലെങ്കിൽ ആവി പിടിപ്പിക്കുക. അങ്ങനെയുള്ള ഗൃഹചികിത്സകളൊക്കെ വളരെ ചിരപരിചിതമായിരുന്നു എല്ലാ ആൾക്കാർക്കും. അതുപോലെ തന്നെ ഓരോ വീട്ടുമുറ്റത്തും നമുക്ക് സാധാരണ രീതിയിൽ ആവശ്യമായി വരുന്ന ചെടികളും ഔഷധത്തോട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ പ്രദേശത്തുള്ള ഓരോ ആൾക്കാർക്കും ഓരോ ഔഷധ ചെടികളുടെ അവൈലബിലിറ്റി എവിടെയാണ്, ഏത് സ്ഥലത്താണ് അത് കൃത്യമായി വളരുന്നത്, ഏത് കാലഘട്ടത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതൊക്കെ തലമുറകളായി പകർന്ന് വന്ന് ഓരോ തലമുറകൾ തോറും അത് പകർന്നു വന്ന് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അറിവുകളുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിലപ്പെട്ട അറിവുകളൊക്കെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം അമൂല്യമായ അറിവുകളൊക്കെ തന്നെ ഈ പഴയ തലമുറയുടെ ആയുസ്സിൻ്റെ അവസാനത്തോടു കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ അമൂല്യമായ വിവരങ്ങളും അല്ലെങ്കിൽ ഈ ഔഷധ ചെടികളെക്കുറിച്ചുള്ള അറിവുകളും അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ പറ്റിയും ഇനി വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവും ഒക്കെയാണ്. ഈ ഒരു ലക്ഷ്യത്തെ ഏറ്റവും ലളിതവും മനോഹരവുമായ രീതിയിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ തൊടിയിലെ സൗഖ്യം എന്ന പരിപാടി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക എന്നറിയപ്പെടുന്ന ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ്. പനിക്കൂർക്ക എന്ന നമ്മുടെ ഇന്നത്തെ ഈ ചെടിയെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. കോളിയസ് അരോമാറ്റിക്കസ് എന്നാണ് ഈ ചെടിയുടെ ബൊട്ടാണിക്കൽ നെയിം. ഇത് ലാമിനേസി എന്ന ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പേരെന്ന് പറയുന്നത് ഇന്ത്യൻ ബോറേജ് അല്ലെങ്കിൽ മെക്സിക്കൻ മിൻറ്റ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ ഓരോരോ പ്രദേശങ്ങളിലും ഓരോരോ പേരാണ് നമ്മുടെ ഈ പനിക്കൂർക്കയ്ക്കുള്ളത്. ചില പ്രദേശങ്ങളിൽ ഇത് നവര, കഞ്ഞിക്കൂർക്ക,
നീർക്കൂർക്ക, അതുപോലെ തന്നെ കർപ്പൂരവല്ലി എന്നീ പല പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. പനിക്കൂർക്കയിലെ മെയിൻ രാസപദാർത്ഥം അല്ലെങ്കിൽ കെമിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാർവക്രോൾ എന്ന ഒരു വസ്തുവാണ്. ഇതൊരു ആൻറ്റിബയോട്ടിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പനിക്കൂർക്ക എങ്ങനെയാണ് നട്ട് വളർത്തേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഏതൊരു കാലാവസ്ഥയിലും യാതൊരു പരിചരണങ്ങളും പ്രത്യേക പരിചരണങ്ങളൊന്നും കൂടാതെ തന്നെ സുലഭമായി വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ പനിക്കൂർക്ക. മണ്ണിൽ നിന്നും ഒരുപാട് ഉയരത്തിലല്ലാതെ പടർന്ന് വളരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഘടന. നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു കമ്പ് നട്ടൊടിച്ച് തന്നെ ഇത് ചെടിച്ചട്ടികളിലോ ചാക്കുകളിൽ മണ്ണ് നിറച്ചിട്ടൊക്കെ ഇത് നടാവുന്നതാണ്. ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഒരു ഫ്ലാറ്റ് സമ്പ്രദായത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി ഫ്ലാറ്റിൽ പോലും നമുക്കൊരു ചെടി ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു കവറിലൊക്കെ മണ്ണ് നിറച്ചിട്ടൊക്കെ നമുക്ക് ഈ ചെടി നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെള്ളമോ വളമോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. സ്വാഭാവികമായ രീതിയിൽ തന്നെ ഇത് വളർന്ന് പന്തലിച്ച് വളരും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ടും ഇൻഡോർ പ്ലാന്റ് ആയിട്ടും കൂടെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികളൊക്കെയുള്ള വീടുകളിൽ തീർച്ചയായിട്ടും കരുതിയിരിക്കേണ്ട ഒരു ചെടി തന്നെയാണ് നമ്മുടെ പനിക്കൂർക്ക. അതിൽ യാതൊരു സംശയങ്ങളും ഇല്ല. ഇപ്പോൾ നമ്മുടെ യുവതലമുറയൊക്കെ അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെയൊക്കെ കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ പോലെയല്ല. അപ്പോൾ അങ്ങനെയുള്ള മാറി വരുന്ന ഓരോ കാലാവസ്ഥയിലും അനുയോജ്യമായ രീതിയിൽ തന്നെ വളരുന്ന ഒരു ചെടിയാണ് ഈ പനിക്കൂർക്ക എന്നുള്ളത്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്ന നമ്മുടെ യുവതലമുറയ്ക്ക് അവരുടെ കുട്ടികൾക്കുള്ള ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെടി കൊടുത്തു വിടുക അല്ലെങ്കിൽ അവരവിടെ നട്ടു വളർത്തുകയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള പനിക്കൂർക്ക ഉണ്ടെന്ന് നോക്കാം. മെയിനായിട്ട് 3 തരത്തിലുള്ള പനിക്കൂർക്കയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ എൻ്റെ ഈ കയ്യിലുള്ളത് പനിക്കൂർക്ക, ഇനി വേറൊരു ടൈപ്പ് ചുമക്കൂർക്ക, ഇതല്ലാതെ മൂന്നാമതൊരു ടൈപ്പ് അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പനിക്കൂർക്കയുടെ ഒരു ടൈപ്പും കൂടെയുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് തിരിച്ചറിയേണ്ടതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന പനി, ജലദോഷം തുടങ്ങിയ അസുഖങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പനിക്കൂർക്ക നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറിലായിരിക്കും അതിൻ്റെ തണ്ടും ഇലകളും ഒക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ചുമക്കൂർക്ക ആവട്ടെ കുറച്ചൊരു ബ്രൗണിഷ് അല്ലെങ്കിൽ റെഡിഷ് കളറിലായിരിക്കും അതിൻ്റെ ഇലയും തണ്ടുകളൊക്കെ ഉണ്ടാവുന്നത്. ഇനി പനിക്കൂർക്ക നല്ല തിക്ക് ഫ്ലഷി വാട്ടർ കണ്ടൻറ്റ് കൂടിയ ടൈപ്പാണ്. എന്നാൽ ചുമക്കൂർക്ക വാട്ടർ കണ്ടൻറ്റ് കുറവാണ്, തിൻ ലീവ്സ് ആയിരിക്കും അതിൻ്റെ. ഇതാണ് നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഘടകം. ഇനി നമ്മുടെ പനിക്കൂർക്ക ഇതിൻ്റെ നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കിയാൽ അറിയാം, നല്ലൊരു സ്മെല്ലാണുള്ളത്. എന്നാൽ നമ്മുടെ ചുമക്കൂർക്കയ്ക്ക് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ തീക്ഷ്ണമായിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും ചുമക്കൂർക്കയ്ക്ക്. ഇതിനൊരു മൈൽഡ് സ്മെല്ലായിരിക്കും. ഒരു മെക്സിക്കൻ മിൻ്റ് എന്നാണ് ഇതിൻ്റെ ഒരു പേരെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ അരോമാറ്റിക് അല്ല, അതായത് ഈ സ്മെല്ലിൻ്റെ ഇത് വെച്ചിട്ടാണ് ഇതിന് മെക്സിക്കൻ മിൻ്റ് എന്നുള്ള ഒരു പേരും കൂടെ വന്നിട്ടുള്ളത്. ഇത് കൂടാതെ അലങ്കാര ചെടികളായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം പനിക്കൂർക്കയുണ്ട്. അതിൻ്റെ ഇലയുടെ സൈഡുകളിൽ വെള്ള കളറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റ് 2 ടൈപ്പുകളെ അപേക്ഷിച്ച് അതിന് ഔഷധ മൂല്യം കുറവാണ്. എന്നാൽ പോലും നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇല തിളപ്പിച്ച് വെള്ളം ഉണ്ടാക്കി അതിൽ ആവി പിടിക്കാനൊക്കെ അത് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മുടെ ഈ പനിക്കൂർക്ക വളരെ മൃദുലമായ തണ്ടോട് കൂടിയിട്ടുള്ളൊരു ചെടിയാണ്. 2 സൈഡിലേക്കും അർദ്ധവൃത്താകൃതിയിലുള്ള ഇലകളാണ് ഇതിനുള്ളത്. അരികുകളിൽ കുനിപ്പോട് കൂടിയിട്ടുള്ള ഇലകളാണ് പനിക്കൂർക്കയ്ക്കുള്ളത്. ഇതിൻ്റെ തണ്ടടക്കം നമ്മൾക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇലകൾ മാത്രമായിട്ടെടുത്ത് ഉപയോഗിക്കാം, ഇതിൻ്റെ വേരുകൾ ഉപയോഗിക്കാം. അങ്ങനെ ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഔഷധ ഗുണമുള്ള ഭാഗങ്ങൾ തന്നെയാണ്. പനിക്കൂർക്ക എന്ന നമ്മുടെ ഈ ചെടിയെ ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് മനസ്സിലാക്കിയിരിക്കുമല്ലോ. ഇനി എങ്ങനെയാണ്, ഏതൊക്കെ അസുഖങ്ങളിലാണ് നമുക്ക് ഈ ചെടി ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഔഷധ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ പനിക്കൂർക്ക. കുട്ടികളിൽ എന്ന് വെച്ച് പറയുമ്പോൾ നമ്മൾ തീരെ ചെറിയ കുട്ടികൾ, അതായത് ന്യൂ ബോൺ ബേബീസിലൊക്കെ നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ പലർക്കും സംശയമുണ്ടാകും. പ്രത്യേകിച്ച് ഉണ്ടായ കുട്ടികളിലൊക്കെ ഏതെങ്കിലും ഒരു മരുന്നൊക്കെ കൊടുക്കുമ്പോൾ അമ്മമാർക്ക് ഭയങ്കരമായിട്ടുള്ള ആകുലതകളൊക്കെ കണ്ടുവരാറുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഉണ്ടായതല്ലേ ഉള്ളൂ, ഈ കുട്ടിക്ക് ഓരോ മരുന്നുകൾ, അലോപ്പതി മരുന്നുകളൊക്കെ കൊടുക്കാൻ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുകളുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളും സാധാരണയായി കുട്ടികളിലൊക്കെ കണ്ടുവരുന്നത് ചുമ, ജലദോഷം, കഫക്കെട്ട് തുടങ്ങിയ അസുഖങ്ങളൊക്കെയാണ്. അതിനൊക്കെ നമ്മൾ ഡോക്ടറെ അല്ലെങ്കിൽ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ നമുക്ക് ഏതെങ്കിലും ഒരു കഫ് സിറപ്പ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് മരുന്നുകളൊക്കെ തന്നെയാണ് തരുന്നത്. അതൊക്കെ തന്നെ ഉപയോഗിക്കാൻ ഇന്നത്തെ അമ്മമാർക്കൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഈ ഒരു ചെടിയുടെ നീരോ ഇലയൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകാം. എന്നാൽ
കാലാകാലങ്ങളായി നമ്മുടെ അമ്മമാർക്ക് കൊടുത്ത് പരിചയിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു മരുന്നാണ് നമ്മുടെ ഈ പനിക്കൂർക്ക. ചെറിയ ന്യൂബോൺ ബേബീസിനൊക്കെ ഉണ്ടാകുന്ന ജലദോഷം, കഫക്കെട്ട്, പനി തുടങ്ങിയ അസുഖങ്ങളിലൊക്കെ നമുക്ക് ഒരു സംശയവും കൂടാതെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച് മുതിർന്ന കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് സ്ഥിരമായിട്ട് ജലദോഷം, കഫക്കെട്ട്, ചുമ ഇതൊക്കെ വിട്ടുമാറാതെ ഇരിക്കുന്ന അവസ്ഥകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഔഷധമാണ് പനിക്കൂർക്ക. ചില കുട്ടികളിൽ എന്തൊക്കെ അലോപ്പതി മരുന്നുകൾ കൊടുത്താലും മരുന്ന് കഴിക്കുന്ന സമയത്ത് മാത്രം കുറവുണ്ടാകും, വീണ്ടും ഇതൊക്കെ തിരിച്ചു വരുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അതായത് അവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഈ പനിക്കൂർക്ക നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാൻ പറ്റിയൊരു മരുന്നാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരിൽ നമുക്കെല്ലാവർക്കും സാധാരണ ഗതിയിൽ കണ്ടുവരുന്ന പനി, ജലദോഷം, ചുമ, കഫക്കെട്ട്, തൊണ്ടവേദന തുടങ്ങി എല്ലാവിധ നിസ്സാരമായ അസുഖങ്ങളിലും നമുക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക. ജലദോഷം, പനി മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്ന തലവേദന, തലച്ചൂട് തുടങ്ങിയ അസുഖങ്ങളിലും അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷനുകളിലൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക എന്നുള്ളത്. ഇനി ആർക്കും അത്ര പരിചയമല്ലാത്ത ഒരു ഉപയോഗം കൂടിയുണ്ട് പനിക്കൂർക്കയ്ക്ക്. അതായത് നമ്മുടെ ദഹന സംബന്ധമായ അസുഖങ്ങളിലും പനിക്കൂർക്ക വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ അമ്മമാരെയൊക്കെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളിലെ കൃമിശല്യം എന്നുള്ളത്. കൃമിശല്യത്തിനും ശരീരത്തിൽ നിന്ന് കൃമികളെ പൂർണ്ണമായിട്ടും പുറന്തള്ളിക്കാൻ കഴിവുള്ള ഒരു ചെടി കൂടിയാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് സന്ധികളിലുണ്ടാകുന്ന വേദന, നീർക്കെട്ട്, അതുപോലെ മസിലിൻ്റെ പിടുത്തം, ഇങ്ങനെ യൂറിക് ആസിഡ് കൂടിക്കൊണ്ടുള്ള ജോയിൻറ്റിനുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പല കണ്ടീഷനുകളിലും നമുക്ക് ഈ പനിക്കൂർക്ക വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ശാരീരികമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ മാത്രമല്ല, അനുദിന ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന സ്ട്രെസ്, ആങ്സൈറ്റി, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം സിസ്റ്റമിക് ഡിസീസ്, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രഷർ, ഷുഗർ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾക്കെല്ലാം വളരെയധികം അവയ്ക്കൊക്കെ നമുക്ക് കൺട്രോളിൽ, അതായത് മാനേജ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ഔഷധ ചെടി കൂടിയാണ് പനിക്കൂർക്ക എന്നുള്ളത്. ഇത് മാത്രമല്ല, ഇനി നമ്മുടെ ഇന്നത്തെ യുവതിയുവാക്കളെയൊക്കെ ഏറെ അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലമുടി സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അതായത് അകാല നര, മുടി കൊഴിച്ചിൽ എന്നിവയൊക്കെ നമ്മളെ മാനസികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന ഓരോരോ ശാരീരിക പ്രശ്നങ്ങളാണ്. ഇതിനെയും ഫലപ്രദമായി നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് പനിക്കൂർക്ക. ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും കൂടാതെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും വൈറ്റമിൻ എ ധാരാളം അടങ്ങിയ പനിക്കൂർക്ക സഹായിക്കുന്നു. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന, തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി, ചൊറിച്ചിൽ അല്ലെങ്കിൽ പ്രാണികളൊക്കെ കടിച്ചിട്ടുണ്ടാകുന്ന ചൊറിച്ചിൽ, തടിപ്പ്, ഇവയ്ക്കെല്ലാം നമുക്ക് ഈ പനിക്കൂർക്ക വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ റെസ്പിറേറ്ററി സംബന്ധമായ ആസ്മ, ശ്വാസമുട്ട് തുടങ്ങിയവയുള്ളവർക്കും പനിക്കൂർക്ക വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏതൊക്കെ അസുഖങ്ങളിൽ പനിക്കൂർക്ക ഉപയോഗിക്കാം എന്നുള്ളത് നമ്മളിപ്പോൾ വിശദമായി കണ്ടു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ പനിക്കൂർക്ക ഓരോ അസുഖങ്ങളിലും ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടു നേരത്തെ, കുട്ടികളിലെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പനിക്കൂർക്ക വളരെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നുള്ളത്. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ വിശദമായി ഇപ്പോൾ പറയാം. നമ്മൾ പനിക്കൂർക്കയുടെ ഇല വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം അതൊരു വെള്ളത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഒരു തട്ടിൽ വെച്ച് വാട്ടി പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല നീര് കിട്ടും. നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉള്ള ഒരു ഇലയാണ് പനിക്കൂർക്ക. അപ്പോൾ നമ്മളിത് വാട്ടിയെടുത്ത് കഴിഞ്ഞ് വെറുതെ കൈ കൊണ്ട് തന്നെ പിഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നീര് കിട്ടും. ആ നീരിൽ ഒരു അല്പം ചെറുതേനോ അല്ലെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് 1 മാസം സ്ഥിരമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, മൂക്കൊലിപ്പ്, ജലദോഷം ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ട് വലയുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. ഇത് നമ്മൾ 1 മാസം കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂടുകയും വീണ്ടും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കുറയുകയും ചെയ്യും.
അതുപോലെ തന്നെ മുതിർന്നവർക്കും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം ഈ പനിക്കൂർക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് 1-2 നേരം കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഉപയോഗപ്രദമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഇതിപ്പോൾ പനിക്കൂർക്ക പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മാക്സിമം ഗുണം കിട്ടുന്നത് പനിയിൽ തന്നെയാണ്. അപ്പം പനി, ജലദോഷം, മൂക്കടപ്പ് തുടങ്ങി മുതിർന്നവർക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ വരെയും നമ്മൾ ഇതിൻ്റെ ഇല ഇനി വാട്ടിപ്പിഴിയാനൊന്നും സൗകര്യം ഇല്ലാത്തവർക്ക് ഇല വെറുതെ കയ്യിലിങ്ങനെ ഞരടിയിട്ട് അത് തന്നെ പിഴിഞ്ഞെടുത്താൽ നന്നായിട്ട് അതിൻ്റെ നീര് കിട്ടും. ആ നീരിൽ കുറച്ച് ആടലോടകത്തിൻ്റെ ഇലയോ അതിൻ്റെ നീരും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് സമാസമം ഒരേ അളവിൽ 2 നീരും പനിക്കൂർക്കയുടെ നീരും ആടലോടകത്തിൻ്റെ ഇലയുടെ നീരും കൂടെ എടുത്ത് അതിൽ അല്പം ചെറുതേനോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം പൊടിച്ചതോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വിട്ടുമാറാത്ത ചുമയൊക്കെ നന്നായിട്ട് ശമിക്കുന്നതായിരിക്കും. ഇനി തീരെ ചെറിയ കുട്ടികളിൽ, അതായത് ന്യൂ ബോൺ ബേബീസിൽ എങ്ങനെയാണ് നമുക്ക് പനിക്കൂർക്ക ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു പനിക്കൂർക്കയുടെ ഇല നമുക്ക് പച്ചയ്ക്ക് തന്നെ ഒരു കയ്യിലൊന്ന് തിരുമ്മി പിഴിഞ്ഞാൽ അതിൻ്റെ നീര് കിട്ടും. പക്ഷേ തീരെ ചെറിയ പൊടി കുഞ്ഞുങ്ങളിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഇല വാട്ടി പിഴിഞ്ഞ് നീരെടുക്കുന്നത് തന്നെയാണ്. അതായത് സ്റ്റീം ചെയ്താൽ അത് നന്നായിട്ട് നമ്മൾ കണ്ടു പനിക്കൂർക്കയുടെ ഇല നല്ല തടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഫ്ലഷി ഇലയായിരിക്കും, തിക്കായിട്ടുള്ള ഫ്ലഷി ലീഫാണ്. അത് നമ്മൾ വാട്ടുമ്പോഴത്തേക്കും അത് ഭയങ്കര സോഫ്റ്റ് ആവും. ആ സോഫ്റ്റായിട്ടുള്ള ഇലകൾ പിഴിയുമ്പോൾ നന്നായിട്ട് നമുക്കതിൻ്റെ നീര് കിട്ടും. ആ വാട്ടി പിഴിഞ്ഞെടുത്ത നീര് മാത്രമേ നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 2-3 തുള്ളി നീരെടുക്കുക. അതിൽ അല്പം പനങ്കൽക്കണ്ടം പൊടിച്ചത് അല്ലെങ്കിൽ ചെറുതേൻ 1-2 തുള്ളി ചേർത്ത് അത് പലവട്ടമായിട്ട് ദിവസേന 2-3 പ്രാവശ്യം ന്യൂ ബോൺ ബേബീസിന് കൊടുക്കാം. അവർക്ക് എന്തെങ്കിലും പനിയോ കഫക്കെട്ടോ ജലദോഷമോ ചുമയോ ഇതുപോലെയുള്ള സാധാരണ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ മരുന്ന് പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കാം. ഇനി ഇതല്ല, ഇതിനേക്കാളും കുറച്ചുകൂടെ ഗൗരവമായിട്ടുള്ള നെഞ്ചത്ത് കഫം കെട്ടുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, മൂക്കടപ്പ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ള കുട്ടികളിൽ നമുക്ക് ഈ ഇല തന്നെ, ഈ പനിക്കൂർക്കയുടെ ഇല പച്ചക്കെടുത്ത് അതൊന്ന് ക്രഷ് ചെയ്ത് കൈകളിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ക്രഷ് ചെയ്തെടുത്ത ഇലയോടുകൂടി തന്നെ മൂക്കിലൊന്ന് മണപ്പിച്ചാൽ ആ മൂക്ക് തുറക്കാനും നെഞ്ചത്തെ അസ്വസ്ഥത കുറയാനും ഒക്കെ സഹായിക്കും. ഇനി അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ തലച്ചൂട് അല്ലെങ്കിൽ തലവേദനയൊക്കെ അനുഭവപ്പെടുന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കാതെ തന്നെ ഇതേപോലെ വാട്ടിപ്പിഴിഞ്ഞ നീരോ അല്ലെങ്കിൽ ചതച്ചെടുത്തിട്ടുള്ള പിഴിഞ്ഞെടുത്തിട്ടുള്ള നീരോ ഒക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ രാസനാദിപ്പൊടിയൊക്കെ ഉണ്ടാകുമല്ലോ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ വീട്ടിൽ. അപ്പോൾ ആ രാസനാദിപ്പൊടി ഈ നീരിലായിട്ട് അല്പം പേസ്റ്റ് പോലെ ആക്കി കലക്കിയിട്ട് അത് നമുക്ക് നെറ്റിയിൽ പരട്ടി കൊടുക്കാം അല്ലെങ്കിൽ മൂർധാവിൽ വെച്ച് കൊടുത്താലൊക്കെ ഈ തലച്ചൂടും തലവേദനയൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഇതുപോലെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉള്ള കുട്ടികൾക്ക് മരുന്നായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ കുളിപ്പിക്കുന്ന ചൂടുവെള്ളത്തിൽ ഈ ഇലയിട്ടും കൂടെ തിളപ്പിച്ചിട്ട്, അതായത് പനിക്കൂർക്കയുടെ 5-6 ഇലകളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അവരെ കുളിപ്പിക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടെ സഹായകമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം വിട്ടുമാറാത്ത ചുമ പറഞ്ഞു, അതുപോലെ കഫക്കെട്ട് വിട്ടുമാറുന്നില്ല, നെഞ്ചിൽ കഫം പോരാതെ ഇങ്ങനെ തന്നെ ഇളകി പോരാതെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ക്രഷ് ചെയ്ത ഇല മണപ്പിക്കുന്നതോടൊപ്പം തന്നെ നെഞ്ചിൽ, നെറുകയിൽ, നാവിൽ, മൂർധാവിലൊക്കെ ഈ ഇലയുടെ നീര് അല്പാൽപ്പം പുരട്ടി കൊടുക്കുന്നതൊക്കെ വളരെയധികം ഉപകാരപ്രദമാണ്. അതുപോലെ ഞാൻ പറഞ്ഞു ചുമയിലും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗുണമുണ്ട്. ഇത് നമുക്ക് ചെറിയ കുട്ടികളൊക്കെയുള്ള വീടുകളിൽ ഈ പനിക്കൂർക്കയുടെ നീരുപയോഗിച്ച് ഒരു കഫ് സിറപ്പ് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. കുറച്ച് ദിവസം കേടുവരാതെയുള്ള രീതിയിൽ നമുക്ക് ഈ സിറപ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ ചുമ മാറുന്നത് വരെ നമുക്ക് കുട്ടികൾക്കൊക്കെ അത് കൊടുക്കാം. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്പം പനിക്കൂർക്ക വാട്ടി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് അതിലല്പം ചെറുതേനോ അല്ലെങ്കിൽ കുറച്ച് പനങ്കൽക്കണ്ടം പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു സിറപ്പ് രൂപത്തിലാക്കി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതും ദിവസേന അല്പാൽപമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ കഫം പറഞ്ഞു പോരാനും ചുമ ശമിക്കാനും ഒക്കെ വളരെയധികം ഉപയോഗപ്രദമാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പം ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങളൊക്കെയാണ് ഇതുവരെ ഒന്ന് കണ്ടത്. ഇനി നമ്മുടെ സന്ധിവേദന, സന്ധികളിലുണ്ടാകുന്ന നീർക്കെട്ട്, നീർവീക്കം, നടക്കാനുള്ള ബുദ്ധിമുട്ട്, കൈകാൽ വലിച്ചിൽ, പേശി വലിവ് ഇതുപോലെയുള്ള അസുഖങ്ങളിൽ പ്രത്യേകിച്ചും
നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടിയത് കൊണ്ടുണ്ടാവുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് പോലെയുള്ള രോഗങ്ങളിലും നമുക്ക് ഈ പനിക്കൂർക്ക വളരെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പനിക്കൂർക്കയുടെ ഇലകൾ ചെറുതായിട്ട് അരിഞ്ഞ് അതൊരു കിഴി കെട്ടി നമുക്ക് അത് മൈൽഡായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ വേദനയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കിഴി കെട്ടിയിട്ട് കിഴി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ പനിക്കൂർക്കയുടെ ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് 2-3 നേരം നമുക്ക് ഉള്ളിലേക്കും കഴിക്കാവുന്നതാണ്. ഇത് പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ ഒരുപോലെ വരുന്ന സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഇന്ന് യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുള്ള സന്ധി പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളിലൊക്കെ നമുക്കിത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ വേറെ നമ്മൾ നേരത്തെ കണ്ടു ദഹന സംബന്ധമായ അസുഖങ്ങളിലൊക്കെ പനിക്കൂർക്ക വളരെ യൂസ്ഫുൾ ആണ് എന്നുള്ളത്. കൂടെ ഉണ്ടാകുന്ന ഈ വയറിളക്കം അല്ലെങ്കിൽ ഛർദി, ദഹനക്കുറവ്, ഗ്യാസ് ട്രബിൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ, നമ്മുടെ ദഹനശക്തി വളരെയധികം കൂട്ടി ഇതുപോലെയുള്ള ഗ്യാസ്ട്രിക് ഡിസ്കംഫേർട്ടൊന്നും ഉണ്ടാകാതെ തന്നെ നമുക്ക് ഈ പനിക്കൂർക്കയുടെ നീര് സഹായിക്കും. അതിന് നമ്മൾ ഒരു ദിവസം തന്നെ പലവട്ടമായിട്ട് പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ നീരിൽ അല്പം തിപ്പലിയുടെ ചൂർണ്ണോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ചൂർണ്ണോ അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ മരുന്നുകളുണ്ട്, പഞ്ചകോല ചൂർണ്ണം, അഷ്ടചൂർണ്ണം, അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു പൊടി ഈ പനിക്കൂർക്കയുടെ നീരിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറാൻ വളരെ യൂസ്ഫുള്ളാണ്. അമ്മമാരെയൊക്കെ ഒരുപാട് അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളിലെ കൃമിശല്യം. ഒരുപാട് മരുന്നുകളൊക്കെ കൊടുത്താലും വീണ്ടും റിക്കറൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളിൽ കൃമിശല്യം നിരന്തരമായിട്ടുണ്ടാകുന്ന കുട്ടികളിൽ നമുക്കതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമുക്ക് പനിക്കൂർക്ക വഴി ചെയ്യാവുന്നതാണ്. അതായത് ഒരു 1/4 ടീസ്പൂൺ ത്രിഫല ചൂർണ്ണത്തിൽ പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് മിക്സ് ചെയ്ത് 3 ദിവസത്തേക്ക് അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലാ കൃമികളെയും പൂർണ്ണമായും പുറന്തള്ളിക്കാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഇത് തീർച്ചയായിട്ടും കുട്ടികളുള്ള വീടുകളിൽ എല്ലാ അമ്മമാരും ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ്. യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ നമുക്ക് കൃമിശല്യത്തിൽ നിന്നും കുട്ടികളെ മുക്തരാക്കാൻ പറ്റുന്ന ഒരു മരുന്നാണിത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ ഉപയോഗപ്രദമാണ്. അതേപോലെ തന്നെ വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് സ്കിൻ അലർജി അല്ലെങ്കിൽ പ്രാണികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചെറിയ തടിപ്പ് അല്ലെങ്കിൽ ചൊറിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലും നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ 2-3 ഇല പറിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അത് പ്രാണി കടിച്ച ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കടിച്ചുകൊണ്ടുണ്ടാകുന്ന വേദനയും നീരും അതോടൊപ്പമുള്ള ചൊറിച്ചിലും എല്ലാം മാറി കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ചെറുപ്പക്കാരിലുണ്ടാകുന്ന ഹെയർ കെയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പനിക്കൂർക്ക ഒരു പരിഹാരമാണ്. പ്രധാനമായിട്ടും അകാല നര, മുടി കൊഴിച്ചിൽ തുടങ്ങിയ അവസ്ഥകളിൽ പനിക്കൂർക്ക നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. താരൻ തുടങ്ങിയ കേശപ്രശ്നങ്ങളുള്ളവർക്ക് പനിക്കൂർക്കയുടെ ഇലയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ താരൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അകാല നരയുള്ളവർക്ക് ഒരു പനിക്കൂർക്കയുടെ നീരും അതോടൊപ്പം തന്നെ നമ്മുടെ നെല്ലിക്കാപ്പൊടിയും ഹെന്ന പൗഡറും തേയിലയുടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഹെയർ ഡൈ ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതും വളരെയധികം എഫക്റ്റീവായിട്ടുള്ള യാതൊരു പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ കെമിക്കൽ കണ്ടൻറ്റുകളോ ഒന്നും ഇല്ലാത്ത ഒരു നാച്ചുറൽ ഡൈ ആയിട്ട് അകാല നരയുടെ പ്രശ്നമുള്ളവർക്ക് ഈ പനിക്കൂർക്കയുടെ ഡൈ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ പനിക്കൂർക്കയുടെ ഒരുപാട് ഗുണഗണങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഏതൊക്കെ അസുഖങ്ങളിൽ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്നാൽ അധികമായാൽ അമൃതം വിഷം എന്നാണല്ലോ. പനിക്കൂർക്കയ്ക്കും നമ്മൾ അധികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകളും ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പനിക്കൂർക്ക അളവിൽ കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നേരിയതായിട്ട് വയറിന് അസ്വസ്ഥതയോ വയറിളക്കമോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ടു സിസ്റ്റമിക് ഡിസീസുകളിൽ അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ അവസ്ഥകളിലുള്ളവർക്ക് ഇത് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരു ഗുണമുള്ള പനിക്കൂർക്ക ഈ ഷുഗർ കുറവുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറവുള്ള ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഷുഗറിൻ്റെയും ബ്ലഡ് പ്രഷറിൻ്റെ അളവ് വീണ്ടും കുറയാൻ ചാൻസ് ഉള്ളതിനാൽ ശ്രദ്ധാപൂർവം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ ഗർഭിണികളും അല്ലെങ്കിൽ സർജറിക്ക് ഒരുങ്ങുന്നവരൊക്കെ പനിക്കൂർക്കയുടെ ഉപയോഗം കുറയ്ക്കേണ്ടതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പനിക്കൂർക്കയിലുള്ള വേറൊരു കെമിക്കൽ കണ്ടൻ്റാണ് ഫോസ്കോളിൻ.
അത് നമ്മുടെ ശരീരത്തിലെ ബ്ലീഡിങ് കൂട്ടാനുള്ള ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഗർഭിണികളും അല്ലെങ്കിൽ ഏതെങ്കിലും സർജറിയൊക്കെ കഴിഞ്ഞവരും സർജറിക്ക് ഒരുങ്ങുന്നവരും ഒക്കെ ഈ ഒരു പനിക്കൂർക്കയുടെ നീരൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ശ്രദ്ധ വേണം എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ പനിക്കൂർക്കയുടെ വിവിധങ്ങളായ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതിൽ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ അസുഖങ്ങളിലും പറഞ്ഞത് പനിക്കൂർക്കയുടെ ഇലയുടെ വാട്ടിപ്പിഴിഞ്ഞ നീരെന്നാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ ഈ പനിക്കൂർക്കയുടെ ഇല വാട്ടിപ്പിഴിയുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിക്കണം. ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. അതിൻ്റെ മേലെ ഇതുപോലെ ഒരു തട്ട് വെച്ചതിന് ശേഷം ഈ ഇലകൾ ഓരോന്നായിട്ടും കഴുകി വൃത്തിയാക്കിയെടുത്ത ഇലകളാണ്, അത് ഓരോന്നും ഇങ്ങനെ ഈ തട്ടിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കണ ഇലകൾ, അതായത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ ഈർപ്പം ഇല്ലാതെ തന്നെ എടുക്കണം. അതിന് ശേഷം അതിങ്ങനെ ഈ തട്ടിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ ചൂട് ഇതിൻ്റെ ഈ നീരാവി കാരണം ഈ കട്ടിയുള്ള നമ്മുടെ അറിയാം, നമ്മൾ നേരത്തെ കണ്ടു പനിക്കൂർക്ക നല്ല ഫ്ലഷി ആയിട്ട് തിക്കായിട്ടുള്ള ഒരു ലീഫാണ്. ഇതിൽ നിറയെ വാട്ടർ കണ്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇലകൾ ഇത്രയും കട്ടിയുള്ളത് ഇതിൻ്റെ നീരാവി കയറി ഇത് ചൂടായി വരുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. കുറച്ച് സമയം ചൂട് കിട്ടുമ്പോഴത്തേക്കും തന്നെ ഇതൊന്ന് വാടാൻ തുടങ്ങും. ഇത് വാടിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ടും കൂടെ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഇലകളൊക്കെ ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറിലൊക്കെ ചെറിയ വ്യത്യാസം വരുന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു ബ്രൗണിഷ് നിറത്തോടു കൂടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. വാടി വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലഷി നേച്ചറൊക്കെ മാറി ഇതൊന്ന് വാടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ സൈഡും കൂടി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പാകം നോക്കിയിട്ട് നമുക്കിത് മറിച്ചും തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ വാടി വരണം. അതായത് തിക്കായിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ഭാഗം ഒന്ന് വാടി സോഫ്റ്റായി മാറുന്നത് വരെ നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ല പച്ച കളറിൽ തിക്ക് ഫ്ലഷി ആയിട്ടുണ്ടായിരുന്ന ലീവ്സൊക്കെ ഇപ്പോൾ ഒരു ഗ്രീനിഷ് ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ ആ ഒരു ഹാർഡായിട്ടുണ്ടായിരുന്ന സ്ട്രക്ചർ മാറിയിട്ട് അതിപ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് എല്ലാ ഇലകളും വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പനിക്കൂർക്കയുടെ ഇലകളൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് പിഴിഞ്ഞതിൻ്റെ നീരെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ വാട്ടിയെടുത്ത ഇലകളൊക്കെ ഓരോന്നായിട്ട് അടുക്കി അടുക്കി വെക്കുക. നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയ കയ്യിൽ ഈ ഇലകളെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ ധാരാളമായിട്ട് നമുക്കിതിൻ്റെ നീര് ലഭിക്കുന്നതാണ്. നമ്മൾ ഇതിങ്ങനെ വാട്ടി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രത്തോളം നീര് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു ന്യൂ ബോൺ ബേബീസിനടക്കം അല്ലെങ്കിൽ കുട്ടികളിൽ പനി, ജലദോഷം, കഫക്കെട്ടൊക്കെ ഉള്ളപ്പോൾ വാട്ടിപ്പിഴിഞ്ഞ് നീര് കൊടുക്കാമെന്നുള്ളത്. ഇതുപോലെയാണ് ഈ പനിക്കൂർക്ക വാട്ടിപ്പിഴിഞ്ഞ് നീരെടുക്കേണ്ടത്. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ നീരിൽ അല്പം പനങ്കൽക്കണ്ടോ ചെറുതേനൊക്കെ ചേർത്ത് നമ്മൾക്ക് കൊടുക്കാം. ഇനി മുതിർന്ന ആൾക്കാർക്കും ഈ നീരിങ്ങനെ 1 സ്പൂൺ 2 നേരം കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും പനി, കഫക്കെട്ട്, ജലദോഷമൊക്കെ മാറ്റാനൊക്കെ വളരെയധികം സഹായകമാണ്. വളരെയധികം
അനേകം ഉപയോഗങ്ങളുള്ള ഒരു ചെടിയാണ് പനിക്കൂർക്ക. നമ്മൾ കണ്ടു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഇപ്പം നമ്മൾ ഇത്രയും നേരത്തെ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഒരുപാട് അവസരങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് പനിക്കൂർക്ക. പ്രത്യേകിച്ചും ഞാൻ വീണ്ടും പറയുകയാണ്, കുട്ടികളൊക്കെയുള്ള വീടുകളിൽ എല്ലാവരും നിർബന്ധമായും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ്. ഇനിയിപ്പം ഇതിനെപ്പറ്റി ഓൾറെഡി അറിയാവുന്ന കുറേ ആൾക്കാരുണ്ടാകും. എന്നാലും നിങ്ങളുടെ അടുത്ത പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്കും ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു തണ്ട് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇതിൻ്റെ നമ്മൾ ഈ അന്യം നിന്ന് പോകുന്ന ഇതുപോലെയുള്ള അമൂല്യമായിട്ടുള്ള അറിവുകളൊക്കെ എല്ലാവർക്കും പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. ഇതുപോലെയുള്ള എല്ലാ നാട്ടറിവുകളും പകർന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും സമയം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഐ വിഷ് യു എ ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ്. താങ്ക് യു. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.